സർക്കാർ നിശ്ചയിക്കുന്ന ഏതൊരു വേതനവും സ്വീകരിക്കാൻ അതിരൂപത തയ്യാറാകണമെന്നാണ് ഞാൻ അതിരൂപതയോട് ആവശ്യപ്പെട്ടത്. ഏത് സ്ഥാപനത്തിലാണ് ഇത്ര ഉന്നതമായ ഒരു വേതനം ആരംഭത്തിൽ തന്നെ കൊടുക്കുന്നതെന്ന് ഈ മറുനാടൻ മലയാളിയും UNAയും ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ മതി. ഒപ്പിട്ട കരാർ എത്ര രൂപയ്ക്കാണ് എന്ന് പുറത്തുവിടാനായിട്ട് ഈ UNA എന്തുകൊണ്ടാണ് തയ്യാറാകാതിരിക്കുന്നത്? സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെല്ലേണ്ടത് തൃശ്ശൂർ അതിരൂപതാ കേന്ദ്രത്തിലേക്കാണെന്ന്. ഇത് യഥാർത്ഥത്തിൽ ഒരു കലാപത്തിനുള്ള ആഹ്വാനമാണ്. അങ്കമാലിയിലെ പ്രധാനമന്ത്രി ഉണ്ടെന്ന് കിലുക്ക സിനിമയിലെ ഒരു ഭ്രാന്തി പെൺകുട്ടി പറയുന്ന പോലെയാണ് മറുനാടൻ മലയാളി ചാനലിൽ ഇരുന്ന് പിച്ചും പേയും പറയുന്നത്. സ്നേഹമുള്ളവരെ, തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നടക്കുന്ന നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളി ചാനലിലും ശ്രീ ഷൈജു ആന്റണിയുടെ ഒരു യൂട്യൂബ് പ്രസംഗത്തിലും തൃശ്ശൂർ അതിരൂപത അധ്യക്ഷനായ ആൻഡ്രൂസ് പിതാവിനെയും വൈദികരെയും അവഹേളിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ കേൾക്കുവാനിടയായി. തികച്ചും നിരുത്തരവാദപരവും സത്യവിരുദ്ധവുമായ പ്രസ്താവനകളിലൂടെ വിശ്വാസികളെ സഭാ നേതൃത്വത്തിനെതിരെ തിരിക്കാനുള്ള പ്രവൃത്തികളിൽ നിന്ന് ഇവർ രണ്ടുപേരും പിന്മാറണമെന്നാണ് സ്നേഹബുദ്ധിയ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, അടുത്ത് കേട്ട മറുനാടൻ മലയാളിയുടെ ഈ എപ്പിസോഡിൽ അദ്ദേഹം പറയുന്നത് നഴ്സുമാരുടെ ന്യായമായ അവകാശങ്ങളെ ലംഘിക്കുന്ന വിധത്തിൽ ഈ സമരത്തെ അടിച്ചമർത്തുന്നതിൻ്റെ പിറകിലുള്ളത് തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് മെത്രാപ്പോലീത്തയാണെന്നാണ്. ഒരു സ്ഥാപനത്തിന് അതിൻ്റെ നൈയാമികമായ അധികാരികളുണ്ട്. ആ അധികാരികളാണ് അത് തീരുമാനിക്കുക. അതിൻ്റെ വരവും ചെലവും നോക്കിക്കൊണ്ടാണ് ശമ്പളവും അവിടുത്തെ ഫീസും നിർണ്ണയിക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കെ ആൻഡ്രൂസ് പിതാവിനെതിരെ നടത്തുന്ന ഇത്തരം ഹീനമായ ശ്രമങ്ങൾ തികച്ചും അപലപനീയമാണ്. ഇനി നഴ്സിംഗ് സമരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ 2013 ഈ സമരത്തിൽ ഇടപെട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അന്ന് തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടി ഇറക്കിയ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നത് സർക്കാർ നിശ്ചയിക്കുന്ന ഏതൊരു വേതനവും സ്വീകരിക്കാൻ അതിരൂപത തയ്യാറാകണമെന്നാണ് ഞാൻ അതിരൂപതയോട് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും 2013 വേതനം നിശ്ചയിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ കത്ത് ഇറങ്ങിയ ഉടൻ ഏറ്റവും ആദ്യം ഈ മിനിമം വേജസ് പ്രകാരമുള്ള ശമ്പളം നഴ്സുമാർക്ക് നടപ്പിലാക്കിയത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ് എന്ന സത്യം നിങ്ങൾ മറന്നു പോകരുത്. മാത്രമല്ല 2018 2023 സർക്കാർ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ നഴ്സുമാരുടെ വേതന വർധനവ് നടത്തിയ ഒരു സ്ഥാപനമാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. മാത്രമല്ല ഇപ്പോഴും ഈ കേരളത്തിലെ മറ്റു ആശുപത്രികളെ താരതമ്യം ചെയ്തു നോക്കിയാൽ ഏറ്റവും മെച്ചപ്പെട്ട ശമ്പളം കൊടുക്കുന്ന സ്ഥാപനമാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും അമല മെഡിക്കൽ കോളേജും. ഈ യാഥാർത്ഥ്യത്തെ ആദ്യം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സമരം ആരംഭിച്ചപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്തിരിക്കുകയും പ്രസവം മൂലം അവിടെ നിന്ന് പോരുകയും ചെയ്ത ഒരു കുട്ടിയോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ആദ്യം അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ട്രെയിനി ആയിട്ട് എനിക്ക് 23,000 രൂപയും 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 34,000 രൂപയും ലഭിച്ചിരുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഏത് സ്ഥാപനത്തിലാണ് ഇത്ര ഉന്നതമായ ഒരു വേതനം ആരംഭത്തിൽ തന്നെ കൊടുക്കുന്നതെന്ന് ഈ മറുനാടൻ മലയാളിയും UNAയും ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ മതി. ഇപ്പോഴും പല ആശുപത്രികളും UNAയുമായി കരാറിൽ ഒപ്പിട്ടു. ആ ഒപ്പിട്ടതൊക്കെ വലിയ ശമ്പളമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒറ്റ ആശുപത്രികളുടെ പോലും ഒപ്പിട്ട കരാർ എത്ര രൂപയ്ക്കാണ് എന്ന് പുറത്തുവിടാനായിട്ട് ഈ UNA എന്തുകൊണ്ടാണ് തയ്യാറാകാതിരിക്കുന്നത്? കാരണം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ജൂബിലി അമല ആശുപത്രികൾ കൊടുക്കുന്നതിനേക്കാൾ താഴെയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അവരൊരിക്കലും ആ കരാറ് പുറത്തേക്ക് വിടാത്തത്. മാത്രമല്ല പ്രിയമുള്ളവരെ,
ഈ ഈ കരാറില് മറ്റുള്ളവരുടെ കരാറിൽ അവർ വർഷങ്ങളായി കൂട്ടാതിരുന്ന ശമ്പളമാണ് ഈ സമരത്തിൻ്റെ പേരിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ജൂബിലിയുടെ ശമ്പളത്തിനേക്കാൾ കുറവാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു കാരണവശാലും ഈ ശമ്പള സ്കെയിൽ എത്രയാണെന്ന് പ്രഖ്യാപിക്കാതിരിക്കുന്നത്. ഈ ജൂബിലി മിഷൻ ആശുപത്രിയെക്കുറിച്ച് വളരെ മോശമായ ചില പ്രസ്താവനകൾ നടത്തുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇവിടെയും കച്ചവടമാണ് നടക്കുന്നത്. പൊതുസമൂഹം ഒരു കാര്യം മനസ്സിലാക്കണം. ജൂബിലിയിലും അമലയിലും 50,000 ആക്കിയിട്ട് എല്ലാ തരം രോഗികൾക്കും മാറ്റുകയാണെങ്കിൽ മറ്റാശുപത്രികൾക്ക് അത് 1,00,000 രൂപയായിട്ട് മാറ്റാം. അത് തന്നെയാണ് ഇവിടെ വിദേശ ശക്തികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരുടെ ആഗ്രഹവും. ഇവിടെ എങ്ങനെയെങ്കിലും ഈ ഫീസ് ഒന്ന് കൂട്ടിക്കിട്ടണം. അപ്പം അതുകൊണ്ട് ജൂബിലി അമല ഹോസ്പിറ്റലുകൾ സാധാരണക്കാരൻ്റെ അത്താണിയാണ് ഇന്നും എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ സമൂഹം മറക്കരുത്. ഇനി ഈ ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റാൻഡ് പോയിന്റ് എന്താണ്? അത് 2013 ഞങ്ങൾ നിർദ്ദേശിച്ച, ഇവിടുത്തെ അൽമായർ നിർദ്ദേശിച്ച അതേ പദ്ധതി തന്നെയാണ് ഇപ്പോഴും നടപ്പിലാക്കാമെന്ന് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സർക്കാർ ഒരു മിനിമം വേതനത്തിൻ്റെ എത്രയായിരിക്കണം പാറ്റേൺ എന്ന് നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മുൻ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലുള്ള 4,000-ഓളം വരുന്ന ആശുപത്രികളെ മുഴുവനും വരവും ചെലവും നോക്കിക്കൊണ്ടായിരിക്കണം ഈ ശമ്പളം നിർണ്ണയിക്കേണ്ടതെന്ന കൃത്യമായ ബോധമുള്ളവരാണ് സർക്കാരിലുള്ളത്. അപ്പം അങ്ങനെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു കരട് രേഖ സർക്കാർ ഇറക്കിയിട്ട് അതിൻ്റെ പിന്നാലെ എന്തിനാണ് ഇവർ സമരത്തിന് ഇറങ്ങിയത് എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ജൂൺ അവസാനത്തിൽ സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഒരു മീറ്റിംഗ് വിളിക്കാനിരിക്കെ അതിനു മുൻപ് ഈ ചർച്ചകളെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇവിടെ തൃശ്ശൂർ കളക്ട്രേറ്റിൽ UNAയുടെ നേതൃത്വത്തിൽ സമരം നടന്നത്. ഈ UNAയുടെ നേതൃത്വത്തിൽ സമരം നടക്കുമ്പോൾ ആ സമരക്കാർ കളക്ട്രേറ്റിലേക്ക് അതിക്രമിച്ച് കിടക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, സർക്കാരിൻ്റെ നിയമം അനുസരിച്ചിട്ട് സമരക്കാർക്ക് കളക്ട്രേറ്റിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള പെർമിഷനില്ല. അതിനെ ലോഹയിട്ട പിശാചുക്കളുടെ നിർദ്ദേശപ്രകാരം പോലീസ് സമരക്കാരെ തല്ലിച്ചതച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ആൻഡ്രൂസ് പിതാവിൻ്റെ പടമാണ് കാണിക്കുന്നത്. ഈ ആൻഡ്രൂസ് പിതാവ് എന്നാണാവോ തൃശ്ശൂർ ജില്ലയിലെ ആഭ്യന്തരമന്ത്രി ആയതെന്ന് മറുനാടൻ മലയാളി ഒന്ന് പറഞ്ഞു തന്ന നന്നായിരിക്കും. കാരണം അങ്കമാലിയിലെ പ്രധാനമന്ത്രി ഉണ്ടെന്ന് കിലുക്ക സിനിമയിൽ ഒരു ഭ്രാന്തി പെൺകുട്ടി പറയുന്ന പോലെയാണ് മറുനാടൻ മലയാളി ചാനലിലിരുന്ന് പിച്ചും പേയും പറയുന്നത്. ഇവിടുത്തെ ആൻഡ്രൂസ് പിതാവ് നിർദ്ദേശിച്ചിട്ടാണത്രേ പോലീസുകാര് സമരക്കാരെ തല്ലിച്ചതച്ചതെന്ന്. ഈ സമരക്കാരോട് ഏറ്റവും മാന്യമായി പെരുമാറിയിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഈ സമരത്തിനാണെന്ന് ആ വിഷ്വൽസ് കണ്ട മനസ്സിലാവും. കാരണം പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരാൾക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ മനോഹരമായിട്ട് അവരുടെ കർത്തവ്യം ചെയ്യുന്നതിനെയാണ് വളച്ചൊടിച്ച് ലാത്തി ചാർജ് ചെയ്ത് ഏകദേശം അവരുടെയൊക്കെ തല തല്ലി പൊട്ടിച്ച് ആശുപത്രിയിലാണെന്നുള്ള വിധത്തിൽ ഇദ്ദേഹം വിഷയം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, ഞാൻ ഇന്ന് ബിഗ് TV-യിലെ ഒരു ന്യൂസ് കേൾക്കാനിടയായി, സർക്കാരുമായുള്ള ചർച്ച നടത്തി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെല്ലേണ്ടത് തൃശ്ശൂർ രൂപത അതിരൂപതാ കേന്ദ്രത്തിലേക്കാണെന്ന്. ഇത് യഥാർത്ഥത്തിൽ ഒരു കലാപത്തിനുള്ള ആഹ്വാനമാണ്. ചർച്ച പരാജയപ്പെട്ട കോടതിയിലും അതുപോലെയുള്ള നിയമവ്യവസ്ഥയെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഒരു സ്ഥാപനത്തിലും ഇവർ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ ചിരി വരും. അതായത് സർക്കാർ ആശുപത്രികളിൽ കൊടുക്കുന്ന ശമ്പളം വേണമത്രേ പ്രൈവറ്റ് ആശുപത്രികളിൽ കൊടുക്കാൻ. അതുപോലെ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുമോ? ദൂരദർശനിൽ കൊടുക്കുന്ന അതേ ശമ്പള സ്കെയിൽ വെച്ചിട്ടാണോ മറുനാടൻ മലയാളിയിലെ ക്യാമറാമാനും എഡിറ്റർക്കൊക്കെ കൊടുക്കുന്നത്? അത് തന്നെയാണോ ബിഗ് TV-യിലെ എഡിറ്റർമാർക്കും ക്യാമറാമാൻമാർക്കൊക്കെ കൊടുക്കുന്നത്? ഈ പറയുന്ന വാചകം അടിക്കുന്ന ആളുകൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാൽ 78 രൂപ വന്നാൽ 80 രൂപ കൊടുത്തിട്ട് ആ പാവങ്ങളുടെ കയ്യിൽ നിന്ന് 2 രൂപ തിരിച്ചു മേടിക്കാൻ യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് ഈ ജൂബിലി അമല ആശുപത്രികളിലെ ഉന്നതമായ ഒരു വേതന നിലവാരം വെച്ചുകൊണ്ട് അതിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട്
ഈ സർക്കാർ ആശുപത്രികളിൽ ഭൂരിഭാഗവും കോൺട്രാക്റ്റിലാണ് നടക്കുന്നത്. അവിടെ 15,000 രൂപയ്ക്കാണ്. നിങ്ങൾ സ്കൂൾ അധ്യാപകരോട് ചോദിച്ചു നോക്ക്, കോളേജ് അധ്യാപകരോട് ചോദിച്ചു നോക്ക്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം 3 വർഷം യൂണിവേഴ്സിറ്റിയിൽ കോൺട്രാക്റ്റ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്തതാണ്. എനിക്കൊരു മാസം കിട്ടിയിരുന്നത് 16,000 രൂപയാണ്. അപ്പൊ ഇത് സർക്കാരിന്റെ നിയമപരമായ സംവിധാനങ്ങളിൽ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ജൂബിലി ആശുപത്രിയിൽ ഉണ്ടാവും. സർക്കാർ ആശുപത്രിയിൽ ഇല്ലാത്തത് സ്വകാര്യ ആശുപത്രികളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ഈ കേരളത്തില് 43,000 സ്ഥാപനങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ച് കേരളത്തെ തകർത്ത ഒരു പാരമ്പര്യമുള്ള ഈ സ്ഥലത്ത് ഈ സമരത്തെക്കുറിച്ച് ഇത്തരം ചാനലുകൾ വാതോരാതെ സംസാരിക്കുമ്പോൾ വരവും ചെലവും തമ്മിൽ കൂട്ടിമുട്ടുന്ന വിധത്തിൽ ഒരു ശമ്പള സ്കെയിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള പരിശ്രമം നടത്തണം. അത്തരത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയട്ടെ. ആ സർക്കാരിൻ്റെ എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങളും സ്വീകരിക്കാനായിട്ട് തയ്യാറാണ്. സർക്കാരിനോട് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ബെഡുകളുടെ എണ്ണം കൂടുന്തോറും ശമ്പള സ്കെയിൽ കൂട്ടണം എന്ന് പറയുന്നത് വളരെ അശാസ്ത്രീയമാണ്. കാരണം ബെഡുകളുടെ എണ്ണം കൂടുമ്പോൾ നഴ്സുമാരുടെ എണ്ണം അതിനനുസരിച്ച് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ജീവിത നിലവാരവും സംസ്ഥാനത്തിൻ്റെ പൊതു സാമ്പത്തിക നിലയും നഴ്സുമാരുടെ ജീവിത ചെലവും വെച്ചുകൊണ്ട് സ്ഥാപനം നിലനിൽക്കുകയും നഴ്സുമാർ ജീവിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ശമ്പള സ്കെയില് നിശ്ചയിച്ച് ഈ ഒരു പ്രതിസന്ധിക്ക് സർക്കാരാണ് പരിഹാരമുണ്ടാക്കേണ്ടത്. ഇപ്പൊ ഷൈജു ആന്റണിയൊക്കെ ചെയ്യുന്നത് എറണാകുളം അതിരൂപതയിലെ ആൻഡ്രൂസ് പിതാവ് അവരുടെ കൂടെ നിന്നില്ല എന്ന ദേഷ്യം, ആ ദേഷ്യം ഈ സമരത്തിൽ എടുക്കരുത്. അത് തലമറന്ന് എണ്ണ തേക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ആൻഡ്രൂസ് പിതാവിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനാണ് തീരുമാനമെങ്കിൽ അത് രൂപതയിലെ വിശ്വാസി സമൂഹം ഒരുമിച്ച് നിൽക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ്രൂസ് പിതാവ് കൽപ്പിച്ചിട്ടാണ് പോലീസ് ചെയ്തത് എന്നുള്ള ആ ഭാഷ്യങ്ങളൊക്കെ പിൻവലിക്കണം. മാത്രമല്ല കലാപത്തിന് ആഹ്വാനം നൽകുന്നതിൽ തെറ്റാണ് എന്ന് ബിഗ് ടിവിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം സമരത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നിയമപരമായ വഴികളിലൂടെ അവർ സഞ്ചരിക്കണം. അല്ലാതെ അക്രമത്തിനാണ് മുതിരുന്നതെങ്കിൽ അത് രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ആഹ്വാനമായി മാത്രമേ ഞങ്ങൾക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.